എല്ലാ ഫിറ്റ്സിനും പനിയുണ്ടാവും. എല്ലാ ഫിറ്റ്സും 6 മാസം മുതൽ 6 വയസ്സ് വരെ ഉള്ളിലായിരിക്കും വരണേ. മൂന്നാമത്തത് ഫിറ്റ്സ് ഒരിക്കലും 1 മിനിറ്റോ 1.5 മിനിറ്റോ കൂടുതൽ നിൽക്കത്തില്ല. 4 ഫിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം നേരം ബോധമില്ലാണ്ട് കിടക്കത്തില്ല. ഫിറ്റ്സ് വന്നു കഴിഞ്ഞിട്ട് റിപ്പീറ്റഡായിട്ട് പനി ഇല്ലാണ്ടോ പിന്നീട് ഫിറ്റ്സ് വരത്തില്ല. ഇതിനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ഫെബ്രൈൽ ഫിറ്റ്സ് എന്ന് പറയുന്നത്. പനി കൊണ്ട് വരുന്നതിനാണ് ഫെബ്രൈൽ ഫിറ്റ്സ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും മറ്റ് ഫിറ്റ്സ് അല്ലെങ്കിൽ അപസ്മാരോ അതായിട്ട് കംപ്ലീറ്റ്ലി വ്യത്യാസമാണ്. പനി കൊണ്ട് വരുന്ന ഫിറ്റ്സ് ആണെങ്കിൽ നമുക്ക് 8 മാസം മുതൽ 6 വയസ്സ് വരെ വരാൻ സാധ്യതയുണ്ട്. ആ പീരീഡിൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന പീരീഡാണ്. ആ സമയത്ത് പനി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഫിറ്റ്സ് വരുള്ളൂ. അതും ഏത് സമയത്താണ് പനി വരണേ അല്ലെങ്കിൽ ഫിറ്റ്സ് വരണേ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫിറ്റ്സ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ പനി വരുമ്പോൾ നമ്മൾ പനിയുടെ മരുന്ന് കൊടുക്കുക. പനി വരുമ്പോൾ തന്നെ നമുക്ക് തുണി വെച്ചിട്ട് തുടയ്ക്കുക. പിന്നെ പനി വന്നു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ളത് നോക്കാനായിട്ടുള്ള ഡോക്ടറിൻ്റെ അടുത്ത് സമീപിച്ചിട്ട് എന്താണെന്നുള്ളത് നോക്കാം. പനിയുടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പനി കുറയും. ഇനി ഈ ഫിറ്റ്സായിട്ട് തന്നെ കാണുകയോ അല്ലെങ്കിൽ പനി വന്നിട്ട് ഫിറ്റ്സായിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അങ്ങനെയാണ് സാധാരണ നമ്മൾ കാണപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല കൊച്ചിന്. 2 വയസ്സാകുമ്പോഴേക്കും ഇതുവരെ ഒന്നുമില്ലാത്ത ഒരു കൊച്ചിന് പനി വരും. പനി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫിറ്റ്സായിട്ടാണ് ചിലപ്പോൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ പേടിക്കാണ്ട് കൊച്ചിനെ ആദ്യം തന്നെ പനിയുടെ ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഫിറ്റ്സ് വന്ന സമയത്ത് ഒന്നും തന്നെ വായിലിട്ട് കൊടുക്കരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ നേരെ ഫ്ലാറ്റായിട്ട് കിടത്തിയതിന് ശേഷം നന്നായിട്ട് തുടപ്പിക്കുക. മുഖം ഒരു സ്ഥലത്തേക്ക് തിരിച്ചു വെച്ചേക്കുക. ഫ്ലാറ്റായിട്ട് കിടത്തുക. എന്നിട്ട് തുണി വെച്ചിട്ട് തുടച്ചിട്ട് ഒരു മിനിറ്റോ മാക്സിമം പോയാൽ 1.5 മിനിറ്റ് ഈ ഫിറ്റ്സ് നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡോക്ടറിൻ്റെ അടുത്തോ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ വന്നതിനുള്ള പനിയുടെ മെഡിസിന് പല രീതിയിൽ നമുക്ക് മരുന്ന് കൊടുക്കാം. മലദ്വാരത്തിൽ കൂടെ കൊടുത്തിട്ടുള്ള ഒരു മരുന്നുണ്ട്, സപ്പോസിറ്ററി ഉണ്ട്, അത് വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഒരിക്കലും വായിക്കൂടെ കൊടുക്കാൻ ആ സമയത്ത് കുറച്ച് ബോധം കുറവുണ്ടാവും. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് കൊടുക്കാനും പാടില്ല ഒരൈറ്റം. അപ്പോൾ മലദ്വാരത്തിൽ കൂടെ പനിയുടെ മരുന്ന് കൊടുക്കാം. പിന്നെ ആ സമയത്ത് ഫിറ്റ്സ് എങ്ങാനും ഉണ്ടെങ്കിൽ മൂക്കിലേക്ക് ഫിറ്റ്സിൻ്റെ മെഡിസിൻ കൊടുക്കാൻ പറ്റും. അതേമാതിരി തന്നെ മലദ്വാരത്തിൽ കൂടെ ഫിറ്റ്സിൻ്റെ മരുന്ന് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഫിറ്റ്സ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കൊരു ഫെബ്രൈൽ ഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഫെബ്രൈൽ ഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ പനി കൊണ്ട് വരുന്ന ഫിറ്റ്സിന് സാധാരണഗതിയിൽ എന്താ പറയണത്, എല്ലാ ഫിറ്റ്സിനും പനിയുണ്ടാവും. എല്ലാ ഫിറ്റ്സും 6 മാസം മുതൽ 6 വയസ്സ് വരെ ഉള്ളിലായിരിക്കും വരണേ. മൂന്നാമത്തത് ഫിറ്റ്സ് ഒരിക്കലും 1 മിനിറ്റോ 1.5 മിനിറ്റോ കൂടുതൽ നിൽക്കത്തില്ല. 4 ഫിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം നേരം ബോധമില്ലാണ്ട് കിടക്കത്തില്ല. ഫിറ്റ്സ് വന്നു കഴിഞ്ഞിട്ട് റിപ്പീറ്റഡായിട്ട് പനി ഇല്ലാണ്ടോ പിന്നീട് ഫിറ്റ്സ് വരത്തില്ല. ഇതിനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ഫെബ്രൈൽ ഫിറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഫിറ്റ്സിന് ഒരിക്കലും നമ്മൾ മരുന്ന് തുടർച്ചയായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പനി കൊണ്ട് വരുന്ന ഫിറ്റ്സ് ആയതുകൊണ്ട് പനിയാണ് നമ്മുടെ ബേസിക് കോസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പനി വരുമ്പോൾ പനിയുടെ മരുന്ന് കൊടുക്കുക. പിന്നെ നമുക്ക് എപ്പോൾ ഫിറ്റ്സ് വരാം, അതാണ് അടുത്തത് ചോദിക്കാനുള്ളത്. ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചിന് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ പാരൻസിനോ നമ്മുടെ അടുത്ത സിബ്ലിങ്ങിനോ ഫിറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചിന് വരാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേർക്ക് എപ്പോഴും തന്നെ പനിയുടെ മരുന്ന് കൊടുക്കുക, തുണി നനച്ച് തുടയ്ക്കുക, അതിനുശേഷം പനിയുടെ ട്രീറ്റ്മെൻറ്റിന് പോവുക. ഇനി 1-2 പ്രാവശ്യം ഫിറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ആ പനി ഉള്ള ദിവസങ്ങളിൽ മാത്രം ഫിറ്റ്സ് വരാതിരിക്കാനുള്ള മരുന്നുകൾ തരും. എന്ന് പറഞ്ഞാൽ 3 ദിവസത്തേക്ക്. സാധാരണ എല്ലാ പനികളും
2-3 ദിവസത്തേക്ക് നിൽക്കും. ആ 3 ദിവസത്തേക്കുള്ള പനിയുടെ മരുന്ന് കൂടാണ്ട് ഈ ഫിറ്റ്സിൻ്റെ മരുന്നും കൂടെ കൊടുത്താൽ ആ 3 ദിവസത്തേക്ക് പനിയുടെ കൂട്ടത്തിൽ ഇതും കൂടെ കൊടുക്കണം. ഡോസേജും മറ്റുള്ള കാര്യങ്ങൾ കൺസേൺ ഡോക്ടർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. ആ പനി വരുന്ന സമയത്ത് പനിയുടെ മരുന്ന്, പനിയുടെ തുണി നനച്ച് തുടയ്ക്കുക, ഈ ഫിറ്റ്സ് വരാതിരിക്കാനുള്ള ഈ ഗുളികയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുക. അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ ഡോക്ടറെ സമീപിച്ചിട്ട് എന്തുകൊണ്ടാണ് പനി എന്നുള്ളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇതാണ് ഫെബ്രൈൽ ഫിറ്റ്സിൻ്റെ കാരണവും. ഇതിന് നിങ്ങൾ ആരും തന്നെ ഒരിക്കലും തന്നെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. ഒരു കാരണവശാലും തലച്ചോറിന് പ്രശ്നം ഉണ്ടാക്കില്ല. ഒരു കാരണവശാലും മറ്റേ വളർച്ചയ്ക്കോ മറ്റുള്ള ബുദ്ധി വളർച്ചയ്ക്കോ ഒന്നിനും ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല. റിപ്പീറ്റഡായിട്ട് പിന്നെ ഫിറ്റ്സ് വരുന്നുണ്ട്. പനി കൊണ്ടാണെങ്കിലും ഇല്ലാണ്ടും ഫിറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ പിന്നീട് ബാക്കി എന്തുകൊണ്ടാണ് അങ്ങനെ വരണേ എന്നുള്ളത് ചികിത്സിക്കാനായിട്ട് പോകുന്നത്. ആ ചികിത്സ ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വെറും ഒരു <1% ആണ് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണയുള്ള ഫിറ്റ്സ് മാറ്റി ഫെബ്രൈൽ ഫിറ്റ്സ് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ എടുത്താൽ മതി. മറ്റേതിന് 1, 2, 3 കൂടുതൽ ഒരു കൊല്ലം വരിക, ഫിറ്റ്സ് പനി ഇല്ലാണ്ട് വരിക, ഫിറ്റ്സ് കൂടുതൽ നേരം ഇരിക്കുക, ഇങ്ങനെയൊക്കെ വരുന്നു കഴിഞ്ഞാൽ നമുക്കത് എന്തുകൊണ്ടാണെന്നുള്ളത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിന് ചിലപ്പോൾ നമ്മൾ കുറച്ച് നാളത്തേക്ക് ഫിറ്റ്സിൻ്റെ മെഡിസിൻ കൊടുക്കേണ്ടി വരും. അതാണ് ഈ സിമ്പിൾ ഫെബ്രൈൽ സീഷറും മറ്റുള്ള സീഷറും തമ്മിലുള്ള വ്യത്യാസം.